ഹായ് ഫ്രണ്ട്സ്, മാമൂസ് വ്ലോഗ് ഇന്ന് പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് മട്ടനും വെജിറ്റബിൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള മട്ടനാണിത്. പിന്നെ കുറച്ച് വെജിറ്റബിളായിട്ട് കുറച്ച് ഇലവർഗ്ഗമുണ്ട്. പിന്നെ ഈ തരം ചൈനയിൽ മാത്രം കിട്ടുന്ന ഇലയാണ്. പിന്നെ ഒരു ക്യാരറ്റ് ഉണ്ട്, ഒരു വലിയ ഉള്ളിയുണ്ട്, ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ 2 തരം പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. അതായത് ഈ പച്ച കളറുള്ള മുളക് തീരെ എരിവില്ല, അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റെഡ് കളറിലുള്ള നല്ല എരിവുള്ള മുളക് കേട്ടോ. അപ്പോൾ അതും കൂട്ടി നമുക്കൊരു സംഭവം ഉണ്ടാക്കാം. അപ്പോൾ ഒരു വലിയ ഉള്ളി നമുക്ക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വലിയ ഉള്ളി കട്ട് ചെയ്ത പോലെ തന്നെ ഒരു ക്യാരറ്റ് തൊലി കളഞ്ഞതാണ്, അത് റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം ഇതുപോലെ. ഇനി അടുത്തതായിട്ട് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഞാൻ തൊലി കളഞ്ഞ് കട്ടാക്കിയിട്ട് കഴുകി വെച്ചതായിരുന്നു. ഇതും നമുക്ക് ചെറുതാക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞു വെക്കാം. അപ്പോൾ വെജിറ്റബിളെല്ലാം കട്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് മുറിച്ച് വെച്ചു, അതേപോലെ ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചിട്ടുണ്ട്, ആദ്യമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കുത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സവാളയും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തിട്ട് പാന് ഗ്യാസ് സ്റ്റൗവിൽ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ്, ഒരുപാടൊന്നും വേണ്ട, ഫാറ്റുള്ള ഒരു മട്ടൻ മീറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മതി. ചൂടായി വന്നു, അതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചത് ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. സവാള അതേപോലെ തന്നെ നല്ല വഴന്ന് ഗോൾഡൻ ബ്രൗൺ കളർ വേവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. കണ്ടില്ലേ, നമ്മൾ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്, നല്ല പരുവായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്ന സ്പൈസസ് പരിചയപ്പെടാം കേട്ടോ. ഞാൻ ആകെ 2 തരം സ്പൈസസ് ഉപയോഗിക്കുന്നുള്ളൂ. കുറച്ച് ഗരം മസാല ഉണ്ടല്ലേ, അതേപോലെ മട്ടൻ മസാല, വേറെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് ഞാൻ കൊണ്ടുവന്നത് പൊടിച്ച് വെച്ച കുരുമുളകാണ്. ഈ ഒരു 3 ചേരുവ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ മട്ടൻ മസാല ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കാരണം അതിൻ്റെ പച്ച മണം ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിയുടെ കൂടെ തന്നെ സവാളയുടെ കൂടെ തന്നെ നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പച്ചമുളകൊക്കെ പോയിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിനാണ് ഈ സവാളയുടെ കൂടെ തന്നെ ഞാൻ മട്ടൻ മസാല ഇട്ടത്. പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ, മഞ്ഞൾപ്പൊടി അത് നിർബന്ധമാണ്. എന്ത് വെജിറ്റബിളും നോൺ വെജൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി നിർബന്ധമാക്കിയിട്ടൊന്നും മറക്കരുത്. അപ്പോൾ മഞ്ഞൾപ്പൊടി കൂട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഏകദേശം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലോട്ടിട്ട് ഉരുളക്കിഴങ്ങ് ഇതിലോട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് കുറച്ച് വേവുള്ള ആയതുകൊണ്ടാണ് ഞാനിതിന് കൂടെ തന്നെ അതിൻ്റെ കൂടെ തന്നെ റെഡ് കളറിലുള്ള ചില്ലിയും കൂടെ ഇതിന് കൂടെ ഇട്ടിട്ട് മിക്സാക്കുന്നുണ്ട്. അപ്പോൾ മിക്സാക്കിയതിന് ശേഷം അതിന് കൂടെ മട്ടനും കൂടെ സെയിം ടൈമിൽ ഇടുന്നുണ്ട്, കാരണം അതിന് രണ്ടിനും ഒരേ വേവാണല്ലോ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. ഇത് ഞാൻ അന്നൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ട്രീയുടെ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ സ്ഥലമാണ് കേട്ടോ. ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോൾ ഇത് കഴിഞ്ഞ് 2 ആഴ്ച കൊണ്ട്. ഇപ്പോൾ അവരുടെ പുല്ലൊക്കെ വിരിച്ചിട്ടുണ്ട്, അതിൻ്റെ വെള്ളം തെളിക്കുന്ന വർക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ വേറെ കുറേ മരങ്ങളൊക്കെ വെച്ചു. പിന്നെ നിലത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് വൈറ്റ് കളറിൽ. ഇനി അതിനകത്തൊക്കെ പലതരം പുല്ലുകളും ചെടികളൊക്കെയാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. അടിപൊളിയാവുന്നുണ്ട്.
അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാട്ടോ, ഏകദേശം നല്ല വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടി 2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിന് മെയിനായിട്ടുള്ള ഫ്ലേവർ കുരുമുളകിലാണ് കേട്ടോ കിടക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. കുരുമുളക് ഇട്ടിട്ട് ഈ നോൺ വെജൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഈ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളി ഉണ്ട്, ഒരു തക്കാളിയും പിന്നെ ഗ്രീൻ ചില്ലിയും കൂടെ ഉണ്ട്. ഇതില്ലാത്ത ഗ്രീൻ ചില്ലിയാണ് കേട്ടോ. ഇതും കൂടി മിക്സ് ആക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുള്ളൂ തക്കാളി. ഇത് ഒരുപാടങ്ങ് വേവണ്ടെന്ന് കരുതി പുളി രുചി കിട്ടാനും വേണ്ടിയിട്ട് ഇപ്പോഴാണ് ഇട്ടിട്ടുള്ളത്. ഏകദേശം പകുതിയോളം വെന്തിട്ടുണ്ട് നമ്മളെ മട്ടനെ. ഇനിയുണ്ട് നമുക്ക് വെജിറ്റബിൾ ആഡ് ചെയ്യാൻ, ക്യാരറ്റും കൂടെ ഉണ്ട് ആഡ് ചെയ്യാൻ. ഇനി ക്യാരറ്റും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ഗരം മസാല പൗഡർ മിക്സ് ചെയ്യാൻ. അതും അവസാനത്തേക്കാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല രസമാണ്. അവസാനം ഒരുപാട് കുക്കാവാണ്ടിരിക്കുമ്പോഴേ ക്യാരറ്റൊക്കെ കടിക്കണം, ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. ഇനി കുറച്ച് ഗരം മസാല ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ആ ഗരം മസാലയാണ്. ഇതിന് വലിപ്പം ഗരം മസാല ഇടാം. സ്പെഷ്യൽ പ്രത്യേകിച്ചിട്ട് എനിക്ക് അളവൊന്നും പറയാൻ വയ്യ, ഞാനങ്ങ് ഇടാണ്. എൻ്റെ ഒരു ഐഡിയയിൽ ഇട്ടിട്ട് മിക്സാക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇടാം. കാരണം ഫസ്റ്റ് ഉള്ളി വഴറ്റുമ്പോൾ മാത്രമേ ഉപ്പിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്യിക്കാം. അപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 1-2 സാധനങ്ങൾ ഇടാനുണ്ട്. ഈ പട്ട, ഗ്രാമ്പു, ഏലക്ക. ഇത് ഒരു സ്പെഷ്യലാണ്. ഞാനതും എല്ലാം ലാസ്റ്റിന് എല്ലാം വെറൈറ്റി ആയിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ചേരുവയും കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ ഫസ്റ്റിൽ കണ്ട ആ ഇലയും കൂടെ മിക്സ് ചെയ്യാണ്. അപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്, മട്ടനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം എല്ലാം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഇല അതുപോലെ തണ്ടോട് കൂടിയിട്ടാണ് ആ ഇല ഇടുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. കാരണം ഈ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മസാലകളൊക്കെ നന്നായിട്ട് ഉപ്പും അതിൻ്റെ ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് റെസിപ്പി, ചൈനീസ് റെസിപ്പി, നമ്മുടെ സോയാ സോസ്. ഇതൊരു ടീസ്പൂണോളം സോയാ സോസും അവസാനമായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് കുക്കിംഗ് നിർത്താം. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ അല്പം നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ മട്ടൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് അല്പം നേരം ഫ്ലെയിമെല്ലാം കുറച്ച് വെച്ച് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മട്ടൻ സാമ്പാർ, ഓക്കെ, മട്ടൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു റെസിപ്പി മാത്രമാണ്. ഇതിന് മുന്നേ എവിടെ നിങ്ങൾ കാണാൻ ചാൻസ് ഇല്ല, കഴിക്കാനും ചാൻസ് ഇല്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. താങ്ക് യു.